ഇപ്പോൾ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി തത്സമയം നമ്മളോടൊപ്പമുണ്ട്. ശ്രീ MA ബേബി, ഏറ്റവും ആദ്യം താങ്കളുടെ പ്രതികരണം ആഗ്രഹിക്കുന്നത് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് തന്നെ സൗദിയിൽ നിന്ന് മോചിതനാകാൻ പോകുന്ന മലയാളികൾ 34 കോടി രൂപ എത്ര വേഗത്തിലാണ് പിരിച്ചെടുത്തതെന്നുള്ളത് അങ്ങേക്ക് ഉൾപ്പെടെ അറിയാവുന്നൊരു കഥയാണ്, സ്റ്റോറിയാണ്. ഇപ്പോഴത്തെ ഭാഷ അതായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഉപയോഗിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അതൊക്കെ പറയേണ്ടി വരുന്നു എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഈ ചർച്ചയിലെ പാനലിസ്റ്റുകൾ പറയുന്നൊരു ഘട്ടമുണ്ട്. താങ്കൾ എങ്ങനെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നു? കേരള സ്റ്റോറി ഇത് തന്നെയാണോ? കേരള സ്റ്റോറി എന്ന നിലയിൽ വളരെ കേരളത്തിന്റെ പാരമ്പര്യവും മഹത്വവും കേരളീയ ജനതയുടെ ഒരുമയും അതെല്ലാം കാണികളുടെ അല്ലെങ്കിൽ വായനക്കാരുടെ മുന്നിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് വളരെ വികൃതമായി കേരളത്തെ അവതരിപ്പിക്കാൻ തൽപര കക്ഷികൾ ദുരുദ്ദേശത്തോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലെ പ്രത്യേക നിയമവും അവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് 34 കോടി രൂപ നിശ്ചിത ദിവസത്തിൽ കെട്ടിവെച്ചാൽ മാത്രമേ തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഒരു കേസിൽ ഉൾപ്പെട്ട ഒരു നിസ്സഹായനെ അദ്ദേഹത്തിന്റെ ജീവനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വെളിപ്പെട്ട ഘട്ടത്തിൽ മലയാളികൾ, കേരളത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും ഒറ്റ മനുഷ്യനെ പോലെ കൈകോർത്തു, ഹൃദയങ്ങൾ കോർത്തു, സഹജീവിയെ രക്ഷിക്കാൻ തങ്ങളാലായതെല്ലാം നൽകാൻ ശ്രമിച്ചു. അതിൽ വലിയ തുകകൾ നൽകിയവരുണ്ട്, ചെറിയ തുകകൾ നൽകിയവരുണ്ട്. പക്ഷെ അതല്ല, വലുതോ ചെറുതോ ആയ സംഖ്യയാണോ നൽകിയത് എന്നുള്ളതല്ല, നമ്മളാലായത് ചെയ്തിട്ട് നമ്മുടെ ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ള ചിന്തയാണ്. അത് മലയാളിയുടെ മാത്രം ചിന്തയാണെന്ന് പറഞ്ഞ് കേരള പെരുമയായി കേരളത്തിന്റെ തന്നെ മഹത്വമായി ഇതിനെ ചുരുക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. ലോകത്തെവിടെയുമുള്ള മനുഷ്യർ ഇങ്ങനൊരു സമീപനം എടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത്തരമൊരു സമീപനം എടുക്കുന്ന കാര്യത്തിൽ മലയാളികൾ എന്നും മാതൃകയായിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു. വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്, സുനാമിയുടെ സമയത്ത്, ഓഖി ദുരന്തത്തിന്റെ സമയത്ത്, പിന്നെ കോവിഡ് വന്ന സന്ദർഭത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്താൻ കോവിഡ് വന്ന് മരിച്ച ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകാൻ ആരും ഭയന്ന് വിറച്ച് തയ്യാറാകാതെ മാറി നിന്നപ്പോൾ DYFI ഞാൻ ഓർക്കുകയാണ്, DYFIയുടെ പ്രവർത്തകർ വോളണ്ടിയേഴ്സ് ആയിട്ട് കോവിഡ് വന്ന് മരിച്ചവരെ സംസ്കരിക്കുന്ന ജോലി ഏറ്റെടുക്കാൻ, കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും മരുന്നെത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം, ഇതെല്ലാം ചെയ്ത ഒരു കേരളീയതയുണ്ട്, മലയാളിത്വമുണ്ട്. അത് മനുഷ്യന്റെ പൊതുസ്വഭാവമാണ്. ഇത്തരത്തിൽ അവരനെ കുറിച്ച് ചിന്തിക്കാനും അവരിന് ഒരു ആപത്തുണ്ടാകുമ്പോൾ സഹായഹസ്തം നീട്ടാനുമുള്ള സന്നദ്ധത ഏറ്റവും കൂടുതൽ മലയാളികൾ കാണിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇതിന് പുറമെ സാക്ഷരതയുടെ കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഒരുപാട് ജീവിത സൂചികകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ കേരളത്തിന്റെ പെരുമ, കേരള സ്റ്റോറി എന്ന തരത്തിൽ നമുക്ക് അവതരിപ്പിക്കാനുണ്ട്. മിക്ക കാര്യങ്ങളിലും, അഭിമാനിക്കാവുന്ന കാര്യങ്ങളിലെല്ലാം ഒന്നാമത് എന്നതാണ് കേരള സ്റ്റോറി. അത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സംതൃപ്തിയോടുകൂടി ഇന്ന് പറയാവുന്ന ഏറ്റവും ഒടുവിലെ കേരളത്തിന്റെ മികച്ച ഒരു സംഭാവനയാണ് 34 കോടി രൂപ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മലയാളികൾ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മലയാളികൾ, പക്ഷെ കൂടുതലും കേരളത്തിൽ തന്നെയുള്ള മലയാളികളാണ് ഇതിൽ സംഭാവന നൽകാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അതൊരു വലിയ ബിരിയാണി ചലഞ്ച് എന്നെല്ലാമുള്ള പല പല പേരുകളിൽ ഇതിലേക്ക് സംഭാവന നൽകി. പോക്കറ്റ് മണിയായിട്ട് കുടുക്കയിൽ
വഞ്ചിയിൽ ഒക്കെ സൂക്ഷിച്ച പണം കുടുക്ക പൊട്ടിച്ച് ആ തുക കുട്ടികൾ സംഭാവന നൽകി. അങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുമോദിക്കാനും അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ശ്രീ എം എ ബേബി, ഈ കാര്യങ്ങൾ ഇങ്ങനെയല്ല കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു സിനിമ തന്നെ വന്നതും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ദ കേരള സ്റ്റോറി എന്ന പേരിൽ. അത് ദൂരദർശൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അതിപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കേരളത്തിൽ പലയിടത്തും പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ആശങ്കപ്പെടാനില്ല, ഇതൊന്നും കേരളീയർ വിശ്വസിക്കില്ല എന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു പാനലിസ്റ്റുകൾ ഉൾപ്പെടെ ശ്രീ ജേക്കബ് ജോർജും ശ്രീ കെ ജെ ജേക്കബും ശ്രീ എം എ നിഷാദും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു നമ്മൾ പേടിക്കുന്നത് പോലെ അല്ല എന്ന്. പക്ഷേ അങ്ങനെ തന്നെ കരുതുന്നുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രധാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ഇടതുപക്ഷവും എങ്ങനെയാണെന്ന് താങ്കൾക്ക് വിശദീകരിക്കാം. അതിൽ നമുക്ക് കേരളീയർ പൊതുവിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും വസ്തുതകൾ തിരിച്ചറിയാനും തയ്യാറാവുന്നവരാണ്. മനുഷ്യർ പൊതുവിൽ എങ്ങനെയാണ്. പക്ഷെ മനുഷ്യർ ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഹിറ്റ്ലർ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടെയാണ്, തെരഞ്ഞെടുപ്പിൽ കൂടെയാണ് അധികാരത്തിൽ വന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇത് അത്തരത്തിൽ സ്വേച്ഛാധിപതികൾ, മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങൾ പിന്തുടരുന്നവർ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സമർത്ഥമായിട്ട് കൗശലപൂർവ്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം കൈക്കലാക്കി ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കെട്ടുകഥ, ഒറ്റപ്പെട്ട ഏതാനും ചില അനുഭവങ്ങളെ പർവ്വതീകരിച്ച് അതിശയോക്തിപരമായി അവതരിപ്പിച്ച് കേരളത്തിന് പുറത്ത് വലിയ തോതിൽ പ്രചാരണം നടത്താൻ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പരിശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള കുപ്രചാര വേലകൾക്ക് എന്തെങ്കിലും സ്വാധീനം ജനമനസ്സുകളിൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അവിടെ ഇവിടെയുമായി ചെറിയ തോതിൽ ആളുകളെ വഴിതെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇതുവഴിയൊക്കെ കഴിഞ്ഞേക്കുമെന്നുള്ള ആപത്തും ഞാൻ കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ ഇത്തരം കുപ്രചാര വേലകൾ കൊണ്ട് കഴിയില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്നതും അതിശയോക്തിപരമായ ഒരു വിലയിരുത്തലാവും. കേരളത്തിലും കുറെ പേരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം കുപ്രചരണങ്ങൾ കൊണ്ട് കഴിയും. അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളെപ്പോലുള്ളവർ എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വസ്തുതകളും സത്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ജോലി എത്രമാത്രം ജാഗ്രതയോടുകൂടി ചെയ്യാൻ നമ്മളെപ്പോലുള്ളവർ തയ്യാറാകുന്നു എന്നതിനെ കുറിച്ചുകൂടി ആശ്രയിച്ചിട്ടാണ് ഈ വർഗീയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കേരള സ്റ്റോറി പോലുള്ള സിനിമകൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുക. ശ്രീ എം എ ബേബി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കട്ടെ. അതായത് CPIM ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യക്ക് ഭാവിയുള്ളൂ എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുദ്രാവാക്യങ്ങൾ പോലും കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾ നേരിടാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ തന്നെ മുന്നോട്ട് വരുന്നുണ്ടോ എന്ന സംശയവും വരുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരുപോലെ ഇറങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടല്ലോ. ആരെ വിശ്വസിക്കണം എന്നാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ അങ്ങ് പറയുക? ഞാൻ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പക്ഷെ നിങ്ങളുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നിട്ട് ഇതിനെ മറുപടി പറയുമ്പോൾ ഒന്ന്, ഇടതുപക്ഷം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സൂക്ഷ്മമായൊരു നിർവചനം വേണം. നീതിക്ക് വേണ്ടിയുള്ള നിലയ്ക്കാത്ത സമരത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം ഇടതുപക്ഷം സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സാമൂഹ്യ പുരോഗതിക്കും തുല്യതയ്ക്കും വേണ്ടി അചഞ്ചലമായി ത്യാഗപൂർവ്വം സമരരംഗത്ത് ഉറച്ചു നിന്നിട്ടുണ്ട്. അത്തരം ഇടതുപക്ഷം ഇന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടാതെ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇടതുപക്ഷം ശക്തമല്ലാത്ത ഇന്ത്യക്ക് എന്തു ഭാവി എന്ന ചോദ്യമാണ് നമ്മൾ ഗൗരവത്തോടു കൂടി ചോദിക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ
വർഗീയതയ്ക്കെല്ലാം എതിരായി സമരം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അവകാശപ്പെടുന്ന ചില നേതാക്കന്മാർ ഈ വർഗീയ ഫാസിസത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ, വർഗീയ ഫാസിസം വെല്ലുവിളി ഉയർത്തുന്ന പ്രദേശങ്ങളിൽ ആ വർഗീയ ഫാസിസത്തെ, സംഘപരിവാറിനെ, BJP-യെ എതിർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയിലെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം ഇടതുപക്ഷത്തിനെതിരായിട്ട് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന് മത്സരിക്കുന്ന ചില അനുഭവങ്ങൾ കേരളത്തിൽ ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായിട്ടുള്ള ഇവരുടെ പോരാട്ടത്തിൽ ഇവർ എത്രമാത്രം ആത്മാർത്ഥമായി തങ്ങളുടെ പങ്കിനെ കുറിച്ച് തീരുമാനിക്കുന്നു, തങ്ങൾ ഒരു പോരാട്ടം നടത്താൻ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എവിടെയാണ്, ഏത് മണ്ഡലമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനൊരു സന്ദേശമുണ്ട്. അത് തന്നെ ഒരു പ്രസ്താവനയാണ്. ആ സന്ദേശം ശരിയായിട്ട് കൊടുക്കാൻ കഴിയാത്തവർ, അവരെ സംബന്ധിച്ച് സ്വാഭാവികമായും നമുക്ക് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരും. കേരളത്തിലെ വോട്ടർമാർ ഇക്കാര്യത്തെക്കുറിച്ചും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ MA ബേബി ഈ തിരക്കിനിടയിലും നമ്മളോടൊപ്പം ചേർന്നതിന്.